ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആവുന്നില്ലേ? യെസ്, ഓക്കെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ്. ഓക്കെ, സിസ്റ്റം ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആൻഡ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസ് ഉണ്ട്. പിന്നെ മെമ്മറിയിലെ സിസ്റ്റംസ് ഉണ്ട്, മെമ്മറി സിസ്റ്റംസ് ഉണ്ട്. ദെൻ കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റംസ് ഉണ്ട്. ടൈം ഇൻവാരിയന്റ് ആൻഡ് ടൈം വാരിയന്റ് സിസ്റ്റംസ് ഉണ്ട്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ് ഉണ്ട്. ആൻഡ് ഫൈനലി സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റംസ് ഉണ്ട്. ഇങ്ങനെ 6 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ്, മെമ്മറിലെസ് ആൻഡ് മെമ്മറി സിസ്റ്റംസ്, ടൈം ഇൻവാരിയന്റ് ആൻഡ് ടൈം വാരിയന്റ് സിസ്റ്റംസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോസൽ ആൻഡ് നോൺ കോസൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 3 ക്ലാസിഫിക്കേഷൻസ് കൂടി നോക്കാം. ഓക്കെ, കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റംസ്. എന്താണ് കോസൽ സിസ്റ്റംസ്? The causal systems are also called as non-anticipative systems. അതിന്റെ കണ്ടീഷൻ എന്താണ്? എ സിസ്റ്റം ടു ബി കോസൽ ആകണമെങ്കിൽ ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട്. അതാണ് കണ്ടീഷൻ. ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട്. ഓക്കെ, ആ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് വാല്യൂ ഒരിക്കലും ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് കോസൽ സിസ്റ്റത്തിന്റെ കണ്ടീഷൻ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് നോൺ ആന്റിസിപ്പേറ്റീവ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നോൺ കോസൽ സിസ്റ്റംസ്? It's also called anticipative system, and the condition is output depends on future input. Okay, ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ that is നോൺ കോസൽ സിസ്റ്റം. ഇനി അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട് ആണെങ്കിൽ, ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട് ആണെങ്കിൽ that types of systems are called causal systems. Okay, അതാണ് കോസൽ ആൻഡ് നോൺ കോസൽ. ഓക്കെ, പിന്നെ അതിന് എക്സാമ്പിൾസ് നോക്കാം. കോസൽ സിസ്റ്റം y of t is equal to 2 into x of t, y of t is equal to 2 into x of t minus 2 plus x of t. ഇതൊക്കെ എന്താണ്? കോസൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാണ്? നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കി നോക്കാം. ഇപ്പൊ ഫസ്റ്റ് കേസ് y of t is equal to 2 into x of t ആണ് അല്ലെ. എന്താണ് ഈ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ വാല്യൂസ് ഒക്കെ പറയുന്നത്? ഇപ്പൊ ഒരു ടൈം വാല്യൂ t ഈക്വൽ ടു 0 ആണെങ്കിൽ, ടൈം വാല്യൂ t ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് t ഈക്വൽ ടു 0. ഓക്കെ, അത് പ്രസന്റ് വാല്യൂ ആണ്. ഓക്കെ, അത് ആ ഒരു സിഗ്നലിന്റെ പാസ്റ്റ് വാല്യൂ എന്തായിരിക്കും? t ഈക്വൽ ടു -1 എന്ന് പറയുന്ന ആ ഒരു ടൈം വാല്യൂലുള്ള വാല്യൂ ആയിരിക്കും അതിന്റെ പാസ്റ്റ് വാല്യൂ. ഓക്കെ, ഇനി t ഈക്വൽ ടു 1 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ പ്രസന്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു നമ്മൾ എടുക്കുന്ന സിഗ്നലിന്റെ t ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ അതിന്റെ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസ്റ്റ് വാല്യൂ എത്രയായിരിക്കും? t ഈക്വൽ ടു -1 അതിന്റെ വാല്യൂ ആയിരിക്കും അതിന്റെ പാസ്റ്റ് വാല്യൂ. ഇനി t ഈക്വൽ ടു 1 അതിന്റെ വാല്യൂ ആയിരിക്കും അതിന്റെ ദിസ് ഇസ് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, ഇതിന്റെ ഫ്യൂച്ചർ വാല്യൂ. അങ്ങനെയാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കാം, നമ്മളിപ്പോ y of t is equal to 2 into x of t എന്ന് പറയുന്ന സിഗ്നൽ എന്തുകൊണ്ട് കോസലായി? കോസൽ ആകണമെങ്കിൽ എന്താണ്? ദാറ്റ് സിസ്റ്റത്തില് ഔട്ട്പുട്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട് ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ടീക്ക് ഓരോ ടൈം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. t ഈക്വൽ ടു 0, 1, 2, 3 പോസിറ്റീവ് വാല്യൂസും കൊടുക്കുക ആൻഡ് ഓൾസോ നെഗറ്റീവ് വാല്യൂസും കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് y of t is equal to 2 into x of t ആണ് ആ റെസ്പോൺസ് അല്ലെ. അപ്പൊ ആ റെസ്പോൺസിലുള്ള ഇൻപുട്ട് സിഗ്നൽ എങ്ങനെയാണ്? ഇപ്പൊ ടീക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇൻപുട്ട് സിഗ്നൽ എങ്ങനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം നോക്കാം. അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ എങ്ങനെയാണ് വരുന്നത്, വാല്യൂ അതിലുള്ള വാല്യൂസ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഏതൊക്കെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഓഫ് ഓൾ പുട്ട് t ഈക്വൽ ടു 0. ഓക്കെ, then y of 0 is equal to 2 into x of 0 അല്ലെ. ഈ ഒരു കണ്ടീഷൻ നോക്കിയേ, tക്ക് 0 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് y of 0, ഇൻപുട്ട് എന്താ? 2 into x of 0 ആണ് അല്ലെ. അപ്പൊ x of 0 എന്ന് പറഞ്ഞാല് രണ്ടും 0 ടൈം വാല്യൂസ് തന്നെയാണ്. സോ എന്താണ്? രണ്ടും പ്രസന്റ് വാല്യൂസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി വേറെ നോക്കാം, t ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിലോ y of 1 is equal to 2 into x of 1. ഇപ്പോഴും നോക്കിയേ, ഔട്ട്പുട്ടും ഇൻപുട്ടും പ്രസന്റ് വാല്യൂസ് മാത്രമേ ഉള്ളൂ അല്ലെ. 1 1 ആണുള്ളത്.
ഇനി ടി ഈക്വൽ ടു -1 കൊടുത്താലും y ഓഫ് -1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് -1. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എല്ലാ സമയത്തും ടീന്റെ എല്ലാ ടൈം വാല്യൂസിലും എന്താണ് അതിന്റെ ഔട്ട്പുട്ട് ഓൺലി ഡിപ്പെൻഡ് ഓൺ ഇറ്റ് പ്രസന്റ് വാല്യൂ അല്ലെ, പ്രസന്റ് വാല്യൂന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് ഫ്യൂച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ്സ് ക്ലാസിഫൈഡ് അണ്ടർ കോസൽ സിസ്റ്റം കാറ്റഗറി. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഓക്കെ, ഇവിടെ ഇതിൽ നോക്കിയേ y ഓഫ് 0, പിന്നെ ആ ഒരു ഇൻപുട്ട് റെസ്പോൺസ് എന്തൊക്കെയാണ് വരുന്നത് 2 ഇൻറ്റു എക്സ് ഓഫ് -2 പ്ലസ് എക്സ് ഓഫ് 0 ആണ്. എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ തന്നെ. ഓക്കെ, y ഓഫ് 0 ആണ്. എക്സ് ഓഫ് -2 എന്ന് പറയുന്നത് എന്താണ്, പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ? എക്സ് ഓഫ് -2 എന്ന് പറയുന്നത് ഏത് വാല്യൂ ആയിരിക്കും? ഏത് വാല്യൂ ആയിരിക്കും? ടിക്ക് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. അപ്പൊ ടിക്ക് 0 കൊടുക്കുന്ന സമയത്ത് -2 എന്ന് പറയുന്നത് ഏത് വാല്യൂ ആയിരിക്കും? പാസ്റ്റ് വാല്യൂ ആയിരിക്കും അല്ലെ. ടിക്ക് 0 ആണെങ്കിൽ -2 എന്നുള്ളത് പാസ്റ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, +2 എന്നുള്ളത് അതിന്റെ ഫ്യൂച്ചർ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ എന്തൊക്കെയാണ്, അറ്റ് പ്രസന്റ് വാല്യൂവിനും ഉണ്ട് പാസ്റ്റ് വാല്യൂവിനും ഉണ്ട്, ബട്ട് ഫ്യൂച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഓൾസോ എ കോസൽ സിസ്റ്റം. ഓക്കെ, അത് വേറെ വാല്യൂസും കൊടുത്ത് നോക്കാം. y ഓഫ് 1 കൊടുത്ത് നോക്കാം. 2 ഇൻറ്റു എക്സ് ഓഫ് 1 - 2 -1 വരും പ്ലസ് എക്സ് ഓഫ് -1, സോറി എക്സ് ഓഫ് +1. ഓക്കെ, അപ്പം y ഓഫ് 1 = 2 ഇൻറ്റു എക്സ് ഓഫ് -1 പ്ലസ് എക്സ് ഓഫ് 1. അവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് അതിന്റെ പ്രസന്റ് വാല്യൂവിനും പാസ്റ്റ് വാല്യൂവിനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി y ഓഫ് -1 കൊടുത്ത് നോക്കിയാലോ. y ഓഫ് -1 2 ഇൻറ്റു എക്സ് ഓഫ് t -2 ആണ്. അപ്പം -1 -2 പറഞ്ഞാൽ -3 വരും പ്ലസ് എക്സ് ഓഫ് -1 വരും. അപ്പൊ അപ്പോഴും എന്താ, പ്രസന്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അതെന്താണ്, കോസൽ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? കോസൽ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴത് ക്ലിയർ ആവുന്നില്ലേ? അപ്പൊ നെക്സ്റ്റ് ഇനി എന്താണ്, നോൺ കോസൽ സിസ്റ്റം ആണ്. ഓക്കെ, നോൺ കോസൽ സിസ്റ്റം പറഞ്ഞു എന്താണ്, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇൻപുട്ട് ആണ് അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെയുണ്ട്. y ഓഫ് t ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് t + 2. ഓക്കെ, നമ്മൾ ആദ്യം ടിക്ക് 0 കൊടുത്തു നോക്കാം. y ഓഫ് 0 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 + 2, സോറി എക്സ് ഓഫ് t + 2 ആണ്. അപ്പം എക്സ് ഓഫ് 0 + 2 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പൊ എക്സ് ഓഫ് 2 വരും. ഓക്കെ, y ഓഫ് 0 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 2 ആണ് അല്ലെ. അപ്പം എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്, ടിക്ക് നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് 2 ആണ് വരുന്നത്. അപ്പൊ എന്താണത്, ഫ്യൂച്ചർ വാല്യൂ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ വാല്യൂ ആണ്. ഇതാണ് ഔട്ട്പുട്ട് y ഓഫ് 0 എന്നുള്ളത്. അതെന്താണ്, ഇൻപുട്ടിന്റെ ഫ്യൂച്ചർ വാല്യൂവിന്, എക്സ് ഓഫ് t എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ഫ്യൂച്ചർ വാല്യൂ ആണ് അല്ലെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ നോൺ കോസൽ സിസ്റ്റം. ഓക്കെ, ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ y ഓഫ് 1 y ഓഫ് -1 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. y ഓഫ് n ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഓഫ് n². ഓക്കെ, അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. y ഓഫ് 0 ഇസ് ഈക്വൽ ടു വാട്ട്, എക്സ് ഓഫ് 0. y ഓഫ് 1 ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് 1. y ഓഫ് 2 ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഓഫ് 2² എന്താണ്, 4 ആയി. കേട്ടോ, അപ്പൊ ഫസ്റ്റ് രണ്ടിതിൽ കുഴപ്പമില്ല, ബട്ട് y ഓഫ് 2 വരുന്ന സമയത്ത് അത് എക്സ് ഓഫ് 4 ആയി. അപ്പോഴെന്താണ്, ആ സിസ്റ്റം ആക്ച്വലി നോൺ കോസൽ സിസ്റ്റം ആണ്. ഓക്കെ, y ഓഫ് 0 y ഓഫ് 1 എന്താണ്, പ്രസന്റ് വാല്യൂസ് മാത്രമാണ്. ബട്ട് y ഓഫ് 2 എത്തുമ്പോഴേക്കും അത് എക്സ് ഓഫ് 4 ആയി, ബിക്കോസ് n² ആണ് അല്ലെ. അപ്പോഴെന്താണ് അവിടെ
y of t എന്നുള്ള ഔട്ട്പുട്ട് സിഗ്നലിന്റെ എന്താണ് പ്രസന്റ് വാല്യൂവിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ ഫ്യൂച്ചർ വാല്യൂ, ഇൻപുട്ടിന്റെ ഫ്യൂച്ചർ വാല്യൂവിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോൺ കോസൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് കോസൽ ആൻഡ് നോൺ കോസൽ സിസ്റ്റത്തിന്റെ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ് ആണ്. ഓക്കെ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റംസ്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ any system which obeys superposition property അല്ലെങ്കിൽ any system which satisfies superposition property is called linear and non-linear system. Okay, superposition property satisfy ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെ എന്താണ്? ലീനിയർ സിസ്റ്റംസ് ആണ്. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് നോൺ ലീനിയർ സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പം സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് പറയാം. ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് എന്താണ്? അത് ലീനിയർ സിസ്റ്റം ആയിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് നോൺ ലീനിയർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് ലീനിയാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ സൂപ്പർപൊസിഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അഡിറ്റിവിറ്റി ആൻഡ് ഹോമോജനിറ്റി. ഓക്കെ, അഡിറ്റിവിറ്റി ആൻഡ് ഹോമോജനിറ്റി. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ, ഈ രണ്ട് പ്രോപ്പർട്ടീസ്, സിഗ്നൽസിന്റെ ഈ രണ്ട് പ്രോപ്പർട്ടീസ്, എനി സിഗ്നൽസിന്റെ ഈ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അഡിറ്റിവിറ്റി ഹോമോജനിറ്റി അങ്ങനത്തെയൊക്കെ നമ്മൾ മുന്നേ പഠിക്കുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. ഹോമോജനിറ്റി ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒരു സിഗ്നൽ, ഓക്കെ, ഇനി സിഗ്നൽ ഹോമോജനിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇഫ് എക്സ് ഓഫ് എൻ ഗീവ്സ് വൈ ഓഫ് എൻ, ഇത് നോർമൽ ഒരു റെസ്പോൺസ് ആണ്. ഓക്കെ, ദെൻ ഇത് ഹോമോജനിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എ ഇൻറ്റു എക്സ് ഓഫ് എൻ ഗീവ്സ് എ ഇൻറ്റു വൈ ഓഫ് എൻ ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്താണ്? അത് ഹോമോജനിറ്റി ആണ്. ഓക്കെ, എക്സ് ഓഫ് എൻ ഗീവ്സ് വൈ ഓഫ് എൻ അതൊരു റെസ്പോൺസ് ആണ്, ഒരു സിസ്റ്റം റെസ്പോൺസ് ആണ്. അതിൽ എ ഇൻറ്റു എക്സ് ഓഫ് എൻ, നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഏതെങ്കിലും ഒരു സ്കെയിലിംഗ് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് സ്കെയിലിംഗ് ഔട്ട്പുട്ടിൽ കിട്ടണം, എ ഇൻറ്റു വൈ ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്? അത് ഹോമോജനിറ്റി ആണ്. ഓക്കെ, പിന്നെ എന്താണ് വരുന്നത്? അഡിറ്റിവിറ്റി അല്ലെ. അഡിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇഫ് എക്സ് വൺ ഓഫ് എൻ ഗീവ്സ് വൈ വൺ ഓഫ് എൻ ആൻഡ് എക്സ് ടു ഓഫ് എൻ ഗീവ്സ് വൈ ടു ഓഫ് എൻ, then x1 of n plus x2 of n should gives y1 of n plus y2 of n. ഇതാണ് എന്ത്? അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി. ഇതാണ് അഡിറ്റിവിറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? ഇഫ് ഒരു സിസ്റ്റത്തിന് നമ്മൾ 2 ഇൻപുട്സ് കൊടുക്കുകയാണ്, x1 of n ആൻഡ് x2 of n, രണ്ട് ഇൻപുട്സ് കൊടുക്കുകയാണ്. രണ്ട് ഇൻപുട്സ്, ഫസ്റ്റ് x1 of n കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോ എങ്ങനെ അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു സിസ്റ്റം, ഇവിടെ ഇപ്പൊ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? x1 of n മാത്രം ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഔട്ട്പുട്ട് y1 of n കിട്ടുന്നു. ഓക്കെ, ആൻഡ് സിമിലർ സിസ്റ്റത്തിൽ ഞാൻ x2 of n മാത്രം ഇൻപുട്ട് കൊടുക്കുകയാണ്, y2 of n ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ആ രണ്ട് ഇൻപുട്ടുകൾ ആഡ് ചെയ്തു, രണ്ട് ഔട്ട്പുട്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവുമല്ലോ. ആ ആൻസർ ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? ഞാൻ x1 of n x2 of n ഒന്നിച്ച് കൊടുക്കുകയാണ്, ഇതുപോലെ ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിലും എനിക്ക് കിട്ടുന്ന ആ ഒരു സിസ്റ്റം റെസ്പോൺസും സെയിം ആയിരിക്കണം. അതാണ് അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ x1 of n gives y1 of n ആണ്, x2 of n gives y2 of n ആണ്. ദെൻ
x1 of n plus x2 of n gives y1 of n plus y2 of n ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് പ്രോപ്പർട്ടി, ഈ ഹോമോജനിറ്റിയും ഈ അഡിറ്റിവിറ്റിയും ഒബേ ചെയ്യുവാണെങ്കിൽ എന്താണ്, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ആയി. ദെൻ അങ്ങനെ ഒബേ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ നമുക്ക് ലീനിയർ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒബേ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അത് നോൺ ലീനിയർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് പ്രോപ്പർട്ടീസും കമ്പൈൻ ചെയ്തിട്ട് linearity, that is t gives y1 of t and x2 of t gives y2 of t. Then a into x1 of t plus b into x2 of t, ഇതാണ് എന്ത് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. a into x1 of t plus b into x2 of t ആണ് എന്ത് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, that gives a into y1 of t plus b into y2 of t. ഇങ്ങനെയായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ഇതെന്താണ് ഔട്ട്പുട്ട് ഓഫ് ദ ഇൻപുട്ട് ആണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന്റെ ഔട്ട്പുട്ട് ആണ് ഇത്. അപ്പൊ ഇങ്ങനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. a into x1 of t plus b into x2 of t gives a into y1 of t plus b into y2 of t ആണെങ്കിൽ then that system is said to be linear. Okay, the system is linear. ഇതാണ് എന്ത് ആ ലീനിയാരിറ്റി കണ്ടീഷൻ. എങ്ങനെയുള്ളതാണ്? ബൈ കമ്പൈനിങ് ബോത്ത് ഹോമോജനിറ്റി ആൻഡ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടീസ്. രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിന് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടീഷനാണ് ഇത്. ഓക്കെ, a into x1 of t plus b into x2 of t gives a into y1 of t plus b into y2 of t. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ചെക്ക് വെദർ ദ സിഗ്നൽ y of t is equal to t into x of t. ഇതാണ് സിസ്റ്റം റെസ്പോൺസ്. ഓക്കെ, അത് ചെക്ക് വെദർ ഇറ്റ് ഈസ് ലീനിയർ ഓർ നോട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലീനിയർ ഓർ നോട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റെസ്പോൺസ് തന്നിട്ടുണ്ട്. y of t is equal to t into x of t ആണ് നമ്മുടെ റെസ്പോൺസ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് x1 of t കാണും. x1 of t എന്താണ്? x1 of t gives എന്താണ്? y1 of t that is equal to t into x1 of t. ഫസ്റ്റ് റെസ്പോൺസ് നമ്മൾ x1 of t ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ, x1 of t ആണ് നമ്മൾ ഈ സിസ്റ്റത്തിന് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ സിസ്റ്റം റെസ്പോൺസ് എങ്ങനെയാണ്? y of t is equal to t into x of t ആണ് അല്ലെ. അപ്പൊ x1 of t ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ സിസ്റ്റം റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്: y1 of t is equal to t into x1 of t. ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് x2 of t ആണെങ്കിൽ ഓക്കെ, സിസ്റ്റം റെസ്പോൺസ് എങ്ങനെയായിരിക്കും? y2 of t is equal to t into x2 of t. ഇതായിരിക്കും സിസ്റ്റം റെസ്പോൺസ്. എങ്ങനെ? നമ്മൾ x2 of t ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് x1 of t x2 of t കൊടുത്തപ്പോഴത് കിട്ടി. ഓക്കെ, ഇനി ഔട്ട്പുട്ട് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? a into x1 of t plus b into x2 of t ആണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. ചെക്ക് ചെയ്ത് നോക്കുക. a into x1 of t plus b into x2 of t. ഓക്കെ, ദാറ്റ് ഗീവ്സ് എന്തായിരിക്കും? a into x1 of t. x1 of t എത്രയാണ് കിട്ടത്? y1 of t is equal to t into x1 of t ആണ്. ഓക്കെ, x2 of t, a into b into x2 of t എത്രയാണ് കിട്ടത്? y2 of t is equal to t into x2 of t ആണ്. അപ്പൊ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ a into x1 of t plus b into x2 of t എന്ന് പറഞ്ഞാല് ഈ ടേമില് a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഈ ടേമില് b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? a into t into x1 of t plus b into t into x2 of t. ഇങ്ങനെ വരും. a into t into x1 of t plus b into t into x2 of t. രണ്ടിലും കോമൺ ആയിട്ട് എന്താ വരുന്നത്? t വരുന്നുണ്ട്. അപ്പൊ t കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ a into x1 of t plus b into x2 of t എന്ന് വരും അല്ലെ. a into x1 of t plus b into x2 of t എന്ന് വരും. അപ്പൊ നമുക്ക് ഇതറിയാം എന്താണ് a into ഇവിടെ t into x1 of t എന്ന് പറഞ്ഞാൽ എന്താണ്? y1 of t ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ മാറ്റിയിട്ട് t into എന്ത് എഴുതാം?
ടി ഇൻറ്റു x1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ y1 ഓഫ് ടി ആണ്. നമുക്കത് റെസ്പോൺസ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചതാണ് അല്ലേ. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എ ഇൻറ്റു ഇവിടെയുള്ള ടി ഇൻറ്റു x1 ഓഫ് ടി നമുക്ക് y1 ഓഫ് ടി എന്ന് എഴുതാം. സോ എ ഇൻറ്റു y1 ഓഫ് ടി പ്ലസ് ഇനി അതുപോലെ തന്നെ ഇവിടെയുള്ള ടി ഇൻറ്റു x2 ഓഫ് ടി നമുക്ക് y2 ഓഫ് ടി എന്ന് എഴുതാം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും y2 ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ് ടി ഇൻറ്റു x2 ഓഫ് ടി ആണ്. സോ ബി ഇൻറ്റു y2 ഓഫ് ടി എന്ന് എഴുതാം. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പൊ നോക്കിയേ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ തന്നത് എന്തായിരുന്നു ടി ഇൻറ്റു എക്സ് ഓഫ് അതിൽ നമ്മുടെ ഈ ഒരു ലീനിയാരിറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ എ ഇൻറ്റു x1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു x2 ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു y1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു y2 ഓഫ് ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ദ സിസ്റ്റം ഈസ് ലീനിയർ ആയിരിക്കും. ഓക്കെ, ദ സിസ്റ്റം ഈസ് ലീനിയർ. പിടിയിലാണ് എന്ത് ലീനിയാരിറ്റി ചെക്ക് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം റെസ്പോൺസ് നോക്കുക. എന്താണ് y ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു എക്സ് ഓഫ് ടി ആണ് റെസ്പോൺസ്. ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആദ്യം x1 ഓഫ് ടി എന്നുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുള്ള കണ്ടീഷൻ x1 ഓഫ് ടി എന്നുള്ള ഇൻപുട്ട് കൊടുത്തിട്ട് ഈ റെസ്പോൺസിൽ എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത് നോക്കാം. അതാണ് ആദ്യം ചെയ്തത്. നമ്മൾ ഇൻപുട്ടായിട്ട് എന്ത് കൊടുത്തു, x1 ഓഫ് ടി കൊടുത്തു. x1 ഓഫ് ടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള x ഓഫ് ടി x1 ഓഫ് ടി ആകും, y ഓഫ് ടി y1 ഓഫ് ടി ആകും. ഓക്കെ, അപ്പം y1 ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു x1 ഓഫ് ടി ആയി. ഓക്കെ, ഇനി അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് x2 ഓഫ് ടി കൊടുക്കുക. അപ്പൊ x2 ഓഫ് ടി കൊടുക്കുമ്പോൾ സിമിലർ അപ്രോച്ച് ആയിരിക്കും. y2 ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു x2 ഓഫ് ടി എന്നാകും. ഓക്കെ, അപ്പൊ അത് നമ്മളവിടെ ഇൻപുട്ട് റെസ്പോൺസുകൾ നോക്കി വെച്ചു. ഇനി എന്താണ് നമ്മുടെ ലീനിയാരിറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു, എ ഇൻറ്റു x1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു x2 ഓഫ് ടി ആണ്. ഓക്കെ, അപ്പം അത് എഴുതുക. ദാറ്റ് ഗീവ്സ് എ ഇൻറ്റു x1 ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ x1 ഓഫ് ടി എന്നുള്ള സിഗ്നൽ കൊടുത്താലുള്ള സിസ്റ്റം റെസ്പോൺസ് ആണ് നോക്കേണ്ടത്. റെസ്പോൺസ് എന്താണ്, ടി ഇൻറ്റു x1 ഓഫ് ടി ആണ്. ഓക്കെ, അപ്പൊ ടി ഇൻറ്റു x1 ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു x2 ഓഫ് ടി. അപ്പൊ x2 ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുത്താലുള്ള സിസ്റ്റം റെസ്പോൺസ് നോക്കുക. അതെത്രയാണ്, ടി ഇൻറ്റു x2 ഓഫ് ടി ആണ്. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി ഇൻറ്റു ടി ഇൻറ്റു x2 ഓഫ് ടി. ഓക്കെ, അപ്പൊ അതിൽ ടി കോമൺ ആയി പുറത്തെടുക്കാം, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലും മതി. ഈ ഒരു സ്റ്റെപ്പ് എഴുതണമെന്നില്ല, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇവിടത്തേക്ക് തന്നെ വരാം. എന്താണ്, ടി ഇൻറ്റു x1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് y1 ഓഫ് ടി ആണ് അല്ലേ. അപ്പൊ എ ഇൻറ്റു y1 ഓഫ് ടി പ്ലസ് ടി ഇൻറ്റു x2 ഓഫ് ടി എന്ന് പറഞ്ഞാൽ y2 ഓഫ് ടി ആണ്, അത് നമുക്കറിയാം. അപ്പം ബി ഇൻറ്റു y2 ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനലി നോക്കുമ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ദ സിസ്റ്റം ഈസ് ലീനിയർ. ക്ലിയർ ആണോ? ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ. ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയാണുള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം ആണ്. ഓക്കെ, സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം. അപ്പൊ ഇതിൽ സ്റ്റെബിലിറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസിൽ ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് സിഗ്നൽസ് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? എന്താണ് ബൗണ്ടഡ് സിഗ്നൽ, എന്താണ് അൺബൗണ്ടഡ് സിഗ്നൽ? ആരെങ്കിലും ഒന്ന് വേറെ റെസ്പോണ്ട് ചെയ്തേ. എന്താണ് ബൗണ്ടഡ് സിഗ്നൽ, എന്താണ് അൺബൗണ്ടഡ് സിഗ്നൽ? ഓക്കെ, ബൗണ്ടഡ് സിഗ്നലിന്റെ കണ്ടീഷൻ പറഞ്ഞേ. ഒന്ന് വേഗം ആരെങ്കിലും പറഞ്ഞ, മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോ, ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ആഷ്ന, എന്താണ് ബൗണ്ടഡ് സിഗ്നൽ? ഫൈനൈറ്റ് ആയിട്ടുള്ള മാക്സിമം മിനിമം വാല്യൂസ് ഉള്ള സിഗ്നൽ. ആ, ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെന്താ പറയാ ഞാൻ, ബൗണ്ടഡ് സിഗ്നൽസ് പറഞ്ഞാല് അതിന്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അത് അൺബൗണ്ടഡ് സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, അപ്പം
A system is said to be stable if every bounded input produces only bounded output. അതാണ് കണ്ടീഷൻ. Only bounded output. ഇതാണ് സിസ്റ്റം സ്റ്റെബിലിറ്റിന്റെ കണ്ടീഷൻ. A system is stable if every bounded input produces only bounded output. സോ ഒരു സിസ്റ്റത്തിലെ എല്ലാ ഇൻപുട്ട് സിഗ്നൽസും എല്ലാ ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ബൗണ്ടഡ് എങ്കിൽ ഒരു ബൗണ്ടഡ് ഔട്ട്പുട്ട് ഓക്കെ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് BIBO സ്റ്റെബിലിറ്റി എന്ന് കൂടി തന്നെ പറയും. ഓക്കെ, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി. എന്താണ് BIBO? ബിബോ സ്റ്റെബിലിറ്റി എന്ന് കൂടി പറയും. എന്താണ്? എ സിസ്റ്റം ഇസ് സ്റ്റേബിൾ ഇഫ് എവറി ബൗണ്ടഡ് ഇൻപുട്ട് പ്രൊഡ്യൂസസ് ഓൺലി ബൗണ്ടഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് അതിനൊരു എക്സാമ്പിൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു സിസ്റ്റം റെസ്പോൺസ് തന്നിരിക്കുന്നത് y of t is equal to t into x of t. ഓക്കെ, ഇത് തന്നെ ഒരു സിസ്റ്റം റെസ്പോൺസ് നമ്മൾ നേരത്തെ എടുത്തത് തന്നെയാണ്. ഇതിൽ എങ്ങനെ ചെക്ക് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ ഇതിൽ ഈ ഇൻപുട്ട് സിഗ്നൽ എന്താണ്? എക്സ് ഓഫ് ടി അല്ലേ? ഇവിടെ ഇൻപുട്ട് സിഗ്നൽ എന്താണ്? എക്സ് ഓഫ് ടി ആണ്. അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ 2-3 ടൈപ്സ് ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് കൊടുത്തു നോക്കുക. എന്നിട്ട് ഈ സിസ്റ്റം റെസ്പോൺസിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ ഇൻപുട്ടായിട്ട് സ്റ്റേബിൾ ഇൻപുട്ടായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ബൗണ്ടഡ് സിഗ്നൽസ് കൊടുക്കുക. ബൗണ്ടഡ് സിഗ്നൽസ് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലെ? യു ഓഫ് ടി, പിന്നെ ഇ റൈസ് ടു -80 അങ്ങനത്തെ 2-3 സിഗ്നൽസ് ഉണ്ട് ബൗണ്ടഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ സിഗ്നൽസ് നമുക്ക് അറിയാം. ഇപ്പൊ ആർ ഓഫ് ടി ഒക്കെ ആണെങ്കിൽ എന്താണ്? അത് അൺബൗണ്ടഡ് സിഗ്നൽസ് ആണ് അല്ലെ? റാം സിഗ്നൽസ് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇൻപുട്ട് സിഗ്നൽസ് ആയിട്ട് 1-2 ബൗണ്ടഡ് സിഗ്നൽസ് കൊടുത്തു നോക്കുക. അപ്പൊ ബൗണ്ടഡ് സിഗ്നൽസ് കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നതും ബൗണ്ടഡ് ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഇഫ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ബൗണ്ടഡ് കൊടുത്തിട്ടും ഔട്ട്പുട്ട് കിട്ടുന്നത് അൺബൗണ്ടഡ് ആണെങ്കിൽ എന്താണ്? അത് നോൺ സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബൗണ്ടഡ് സിഗ്നൽ പറഞ്ഞ യു ഓഫ് ടി എന്താണ്? ബൗണ്ടഡ് സിഗ്നൽ ആണ് അല്ലെ? യു ഓഫ് ടി എന്ന് പറയുന്നത് ബൗണ്ടഡ് സിഗ്നൽ ആണ്. കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിന്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ എപ്പോഴും 1 ആണ്. സോ നമ്മൾ എക്സ് ഓഫ് ടി എന്നുള്ളത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു യു ഓഫ് ടി എന്ന് കൊടുത്തു. യു ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സിഗ്നൽ ആണ്. അതാണ് നമ്മുടെ ഇൻപുട്ട്. എന്ത് ഇൻപുട്ടാണ്? ബൗണ്ടഡ് ഇൻപുട്ട് ആണ്. ബൗണ്ടഡ് ഇൻപുട്ട് ആണ്. അപ്പൊ നോക്കിയേ y ഓഫ് ടി എന്താകും? നമ്മൾ എക്സ് ഓഫ് ടി എന്നുള്ള ഇൻപുട്ട് സിഗ്നൽ യു ഓഫ് ടി ആണ് കൊടുത്തത്. അപ്പൊ y ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു യു ഓഫ് ടി ആയിരിക്കും അല്ലെ? ഇൻപുട്ട് സിഗ്നലിന്റെ അടുത്ത് മാത്രമല്ല യു ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടു. സിസ്റ്റം റെസ്പോൺസ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്നാണ്. അപ്പൊ ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് വരും. അപ്പൊ ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സിഗ്നൽ ആണ്. അത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ അത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? അനുശ്ചിത എന്ത് സിഗ്നൽ ആണ്? അൺബൗണ്ടഡ് ആണ് അല്ലെ? ടി ഇൻറ്റു ആണ്, റാം സിഗ്നൽ ആണ്. ടി ഇൻറ്റു യു ഓഫ് ടി ആണ്. അപ്പൊ അതെന്താണ്? അൺബൗണ്ടഡ് സിഗ്നൽ ആണ് അല്ലെ? അൺബൗണ്ടഡ് ഔട്ട്പുട്ട് ആണ്. അപ്പൊ നോക്കിയേ, നമ്മൾ ബൗണ്ടഡ് ഇൻപുട്ട് കൊടുത്തിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് അൺബൗണ്ടഡ് ഔട്ട്പുട്ട് ആണ്. സോ ഇത് സിസ്റ്റം എന്തായിരിക്കും? സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും അല്ലയോ? സിസ്റ്റം ഈസ് യു ക്യാൻ റെസ്പോൺസ് ഇൻ ഓഡിയോ ഓൾസോ. നിങ്ങൾ ആരും എന്താ ഓഡിയോയിൽ റെസ്പോണ്ട് ചെയ്യാത്ത? ഈ സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? അൺസ്റ്റേബിൾ. ഓക്കെ, ഡൊമിനിക് ഇല്ലേ? ഓഡിയബിൾ അല്ലേ? ഡൊമിനിക്
എനിക്കിപ്പോൾ ലെഫ്റ്റ് ആയതാണോ? ആദിൽ ആദിലിനോട് ഓക്കെ. സിസ്റ്റം അൺസ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, ഞാൻ ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. അത് നിങ്ങൾ പറയണേ സിസ്റ്റം എന്താണ് എന്നുള്ളത്. ഓക്കെ, സിസ്റ്റം റെസ്പോൺസ് പറയുന്നത് ആദിലൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ആണ്. അപ്പം പറയാം അതിൽ എങ്ങനെ ഇത് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ എന്താ നോക്കേണ്ടത് ആദ്യം? ഇൻപുട്ട് ബൗണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽ കൊടുക്കുക. ഇൻപുട്ട് ബൗണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസ് കൊടുത്തു നോക്കുക അല്ലെ, എന്നിട്ട് ഔട്ട്പുട്ട് ബൗണ്ടഡ് തന്നെ വരുന്നുണ്ടോ നോക്കുക. അപ്പൊ ഫസ്റ്റ് നമുക്ക് യു ഓഫ് എൻ കൊടുക്കാം. അതാണ് ഒരു സിമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യാൻ എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് യു ഓഫ് എൻ ആണ്. യു ആണ്. എക്സ് ഓഫ് എന്നിന് പകരം എന്ത് ചെയ്യുക? യു ഓഫ് എൻ എടുക്കുക. അതാണ് ഇൻപുട്ട് സിഗ്നൽ. അപ്പൊ റെസ്പോൺസ് എങ്ങനെ വരും? റെസ്പോൺസ് വൈ ഓഫ് എൻ is equal to x of minus n ആണ് അല്ലെ. അപ്പൊ എന്താകും അത്? u of minus n ആവും. അപ്പൊ u of minus n എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? u of minus n എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? എന്താ വരിക? u of n ആണെങ്കിൽ നോക്കൂ, ഇതുപോലെയാണല്ലേ സിഗ്നൽസ് വരിക. കുറെ യൂണിറ്റി, അതിൻ്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും, ബട്ട് n നമ്പർ ഓഫ് സിഗ്നൽസ് ഇതുപോലെ ഉണ്ടാവും. യു ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? സെയിം സിഗ്നൽ തന്നെ, ബട്ട് ടൈം റിവേഴ്സൽ ആണെന്നല്ലേ ഉള്ളൂ, നെഗറ്റീവിലേക്ക് വരും. ബട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. മാക്സിമം വാല്യൂ 1 ആയിരിക്കും, മിനിമം വാല്യൂ 0 ആയിരിക്കും. ഇതിങ്ങനെ -n വരെ ഇൻഫിനിറ്റി വരെ പോകും. ഇതെന്താണ്? യു ഓഫ് മൈനസ് എൻ ആണ്. ഇതെന്താണ്? യു ഓഫ് എൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കി പറഞ്ഞേ, യു ഓഫ് മൈനസ് എൻ എന്നുള്ളത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? അതിൽ മനസ്സിലായിട്ടില്ലേ? ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ? ബൗണ്ടഡ്. ഓക്കെ, ബൗണ്ടഡ് ആണ് അല്ലെ. ഇത് നോക്ക്, നമ്മൾ y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് n ആണ് റെസ്പോൺസ്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇൻപുട്ടിന് പകരം നമ്മൾ ബൗണ്ടഡ് സിഗ്നൽസ് കൊടുക്കും. അപ്പൊ എക്സ് ഓഫ് n ആയിട്ട് ആദ്യം എടുത്തത് യു ഓഫ് n ആണ്. ബട്ട് ഒരു സിസ്റ്റം റെസ്പോൺസ് എങ്ങനെയാ? y ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് n ആണ്. സോ യു ഓഫ് മൈനസ് n കൊടുക്കണം. അപ്പൊ യു ഓഫ് n ആയാലും യു ഓഫ് മൈനസ് n ആയാലും അത് ബൗണ്ടഡ് സിഗ്നൽസ് ആണ്. ബിക്കോസ് അതിനൊരു ഫൈനൈറ്റ് മാക്സിമം ആൻഡ് മിനിമ വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ബൗണ്ടഡ് ആണെന്ന് മനസ്സിലായി. ഇനി വേറൊരു സിഗ്നൽ കൊടുത്തു നോക്കൂ. വേറൊരു ബൗണ്ടഡ് സിഗ്നൽ ആണ് എന്ത്? സൈനസോഡൽ വേവ് ഫോം അല്ലെ. സൈനസോഡൽ വേവ് ഫോം നമ്മൾ പറഞ്ഞിട്ടില്ലേ, ബൗണ്ടഡ് സിഗ്നൽസ് ആണ്. എന്താണ് അത്? എങ്ങനെ പോയാലും അതിനൊരു മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് അത് സൈനസോഡൽ സിഗ്നൽസ് ആണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു വേറെ എക്സാമ്പിൾ നോക്കാം. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഒമേഗ എൻ കൊടുത്തു നോക്കാം. അതൊരു ബൗണ്ടഡ് സിഗ്നൽ ആണ്. ഇപ്പൊ റെസ്പോൺസ് വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ ഓഫ് മൈനസ് ഒമേഗ എൻ. ഓക്കെ, സൈൻ ഓഫ് മൈനസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ഒമേഗ എൻ. അതും എന്താണ്? ഒരു ബൗണ്ടഡ് സിഗ്നൽ ആണ് അല്ലെ. അതും ബൗണ്ടഡ് സിഗ്നൽ ആണ്. എന്തുകൊണ്ടാണ്? മൈനസ് ഓഫ് സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ ടൈം റിവേഴ്സലേ ഉള്ളൂ. ടൈം റിവേഴ്സ് ചെയ്യും, എന്നാലും ആ സിഗ്നലിന് ഒരു ഫൈനൈറ്റ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഉണ്ട്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇൻപുട്ടിലേക്ക് ബൗണ്ടഡ് സിഗ്നൽസ് മാറി മാറി കൊടുത്താലും ഔട്ട്പുട്ടും എന്താണ്? സ്റ്റിൽ ബൗണ്ടഡ് സിഗ്നൽസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട്? എന്താണ്? സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ? ഓക്കെ, ഗുഡ്. സ്റ്റേബിൾ അല്ലെ. സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ കുറച്ചുകൂടി നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞിട്ട് വേറൊരു സ്റ്റെബിലിറ്റി ചെക്കിങ് ഉണ്ട്. അത് നമുക്ക് കുറച്ച് നാളെ മറ്റന്നാളുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കേസ് മാത്രമല്ലാതെ വേറൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുന്നത് മനസ്സിലായി അല്ലേ? അപ്പൊ ഇത്ര ക്ലിയർ അല്ലേ? ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതില് ടൈം രണ്ട് സിസ്റ്റംസ്, ലീനിയർ ആൻഡ് ടൈം ഇൻവാരിയന്റ് സിസ്റ്റംസ്.
ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലീനിയർ ആൻഡ് നോൺ ലീനിയറും ടൈം ഇൻവേരിയന്റ് ആൻഡ് ടൈം വാരിയും അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. കാരണം നമുക്ക് ഇനി നെക്സ്റ്റ് അങ്ങോട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് എടുത്തിട്ടാണ് പറയാം. ലീനിയർ ടൈം ഇൻവാരിയന്റ് സിസ്റ്റംസിന് എടുത്തിട്ടാണ് പറയാം. LTI സിസ്റ്റംസ് എന്ന് പറയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ ഈ LTI സിസ്റ്റത്തിൽ എളുപ്പമാണ്. എനിക്ക് ഒരു LTI സിസ്റ്റത്തിന് യൂസ് ഡിഫറെന്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. LTI സിസ്റ്റം എന്തായിരിക്കും? രണ്ട് കാര്യം ഉപയോഗിച്ച് ചെയ്യുന്ന ലീനിയർ ടൈം ഇൻവാരിയന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. നമ്മൾ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. അപ്പൊ അതിൽ വരുന്ന ഒന്ന് വേഗം ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത്. Determine whether the following systems are determine ഒരു സിസ്റ്റം മതി. Determine whether the following system is time invariant, linear and causal. Time invariant, linear time invariant, linear and causal. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു സിസ്റ്റം തരുന്നുണ്ട്, അത് ടൈം ഇൻവേരിയന്റ് ആണോ ലീനിയർ ആണോ അതിന്റെ കോസൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഒരേ സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനെ മോർ ദാൻ 1, 2, 3 അങ്ങനെ എത്ര വേണമെങ്കിലും ഓപ്പറേഷൻസ് അല്ല ഏത് തരത്തിലാണെന്നുള്ള ചെക്ക് ചെയ്യാം. ഒരേ സിസ്റ്റം തന്നെ അറ്റ് എ ടൈം ഇൻവാരിയന്റ് ആകാം, ലീനിയർ ആകാം, കോസൽ ആകാം, സ്റ്റേബിൾ ആകാം. ഓക്കെ, അപ്പം അങ്ങനെ 2-3 കണ്ടീഷൻസ് ഒന്നിച്ച് ചെക്ക് ചെയ്യേണ്ടി വരും ഒരേ സിസ്റ്റത്തിൽ തന്നെ. ഓക്കെ, ടൈം ഇൻവേരിയന്റ് ആയ ഒരു സിസ്റ്റത്തിന് ലീനിയർ ആകാം, അല്ലെങ്കിൽ ടൈം ഇൻവേരിയന്റ് ആകാം, നോൺ ലീനിയർ ആകാം, അങ്ങനെ ഏത് കേസും വരാം. ഇപ്പൊ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ ഏത്? ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയന്റ്, ലീനിയർ ആൻഡ് കോസൽ. ഓക്കെ, സിസ്റ്റം ഇതാണ്. സിസ്റ്റം റെസ്പോൺസ് y of n is equal to x of n plus 1 by x of n minus 1. ഇതാണ് സിസ്റ്റം റെസ്പോൺസ്. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ടൈം ഇൻവേരിയന്റ് ആണോ അല്ലെങ്കിൽ ടൈം വേരിയിങ് ആണോ എന്നുള്ള കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യാം. ദെൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ള ചെക്ക് ചെയ്യുക, കോസൽ ആണോ നോൺ കോസൽ ആണോ എന്നുള്ള ചെക്ക് ചെയ്യുക. അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ടൈം ഇൻവേരിയൻസ് ചെക്കിംഗ് എഴുതുക, എന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് സിസ്റ്റം ഈസ് ടൈം ഇൻവേരിയന്റ് അല്ലെങ്കിൽ സിസ്റ്റം ഈസ് ടൈം വേരിയിങ്, അത് കൺക്ലൂഷൻ കൂടി എഴുതണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ചെക്കിംഗ് കോസാലിറ്റി എഴുതുക, സിസ്റ്റം ഈസ് കോസൽ അല്ലെങ്കിൽ സിസ്റ്റം ഈസ് നോൺ കോസൽ, ആ ഒരു ആൻസർ എഴുതണം. ആൻഡ് ഫൈനലി ലീനിയാരിറ്റിയും കൂടി ചെക്ക് ചെയ്യുക, സിസ്റ്റം ഈസ് ലീനിയർ ഓർ നോൺ ലീനിയർ, അതും എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഇതൊരു ഹോംവർക്ക് ആയിട്ട് എടുത്തോ. നാളത്തേക്ക് എന്തായാലും ഇത് ചെയ്തു പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഇത് ചെയ്തു പോവാം, എന്നാലും നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. റോൾ നമ്പർ 1. Okay, 2. Present, miss. 3. Present, miss. 4. Present, miss. Okay, 5. Present, miss. 6. Present, miss. 7. Present, miss. 8. Present, miss. 9. Present, miss. 10. Present, miss. 11. Present, miss. 12. 12 absent ആണോ? വൈഷ്ണവ്? Present, miss. Okay.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.